കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കിട്ടുമെന്ന് കരുതി UDF അടുപ്പിൽ വെള്ളം വച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചോളണമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുക്കുംതോറും ജോസ് കെ മാണിക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതാണ് കേരള കോൺഗ്രസ് എം LDF വിട്ട് UDFിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകൾ വളരെ പ്രാധാന്യത്തോടെ വന്നുകൊണ്ടിരിക്കുന്നത്. മധ്യ കേരളത്തിൽ UDFിന്റെ ശക്തി ഇല്ലാതായത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തന്നെയാണ് എന്ന് പറയുന്നു. കാരണം UDFിന്റെ തട്ടകമായിരുന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ UDFിന്റെ അടിത്തറ ഇളകി നിൽക്കുകയാണിപ്പോൾ. കോട്ടയത്ത് ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDFിനൊപ്പമാണ്. അതുപോലെ ഇടുക്കിയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഉം LDFിനൊപ്പം നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ 5ൽ 5ഉം LDFിനൊപ്പമാണ് നിൽക്കുന്നത്. അതായത് പഴയ UDF കോട്ടയായ ഈ 3 ജില്ലകളിൽ ആകെയുള്ള 19 സീറ്റുകളിൽ 14ഉം ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ്. ഇത് മാണി കോൺഗ്രസ് LDFിൽ എത്തിയതിനാലാണെന്ന് അവർ പറയുകയും UDFും LDFും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ജോസ് കെ മാണിയെയും കൂട്ടരെയും UDFിലെത്തിക്കാൻ നീക്കം നടക്കുന്നതായി വാർത്തകൾ വന്നത്. അത് ശരിയായിരിക്കുമെന്ന തരത്തിൽ വലിയ ചർച്ചയായതോടെയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ അതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ വ്യാജമാണ് എന്നും അന്തരീക്ഷത്തിൽ നിന്നും സൃഷ്ടിച്ച വാർത്തയാണിതെന്നും ജോസ് കെ മാണി പറയുന്നു. അതായത് LDF സർക്കാരിന് കീഴിൽ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടും അതുപോലെ മാണി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടതാണ് കേരള കോൺഗ്രസിന്റെ വലിയ അതൃപ്തിക്ക് കാരണമായത് എന്നായിരുന്നു ഈ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് ജോസ് മോനും കൂട്ടരും UDFിൽ വരുമെന്നും 2 സീറ്റുകളെ കുറിച്ച് മാത്രം ധാരണയായാൽ മതിയെന്നുമാണ് പുറത്തുവരുന്ന വാർത്ത. പാല, കടുത്തുരുത്തി നിയമസഭാ സീറ്റുകളാണത്. ആ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായാൽ UDFിലേക്ക് തിരിച്ചു വരാമെന്ന് കേരള കോൺഗ്രസ് എം തീരുമാനമെടുത്തു എന്ന തരത്തിലാണ് വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നത്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥതയിൽ ഇത് സംബന്ധിച്ച പലവട്ടം അനൗദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് കേരള കോൺഗ്രസിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. KM മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും കുത്തകയായ പാലാ സീറ്റിൽ KM മാണിയുടെ മരണശേഷം പാർട്ടിക്ക് ജയിക്കാനായിട്ടില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ LDFിന്റെ ഭാഗമായിരുന്ന മാണി സി കാപ്പനായിരുന്നു ജയിച്ചത്. അതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം LDFിനൊപ്പമായിരുന്നുവെങ്കിലും UDF പിന്തുണച്ച മാണി സി കാപ്പൻ തന്നെയാണ് പാലായിൽ നിന്ന് പിന്നീടും ജയിച്ചത്. UDFിലേക്ക് മടങ്ങിയാൽ കേരള കോൺഗ്രസ് എമ്മിന് പാലാ സീറ്റ് നൽകി ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കും എന്നൊരൊറ്റ ഉറപ്പ് കിട്ടിയാൽ UDFിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭരണവിരുദ്ധ വികാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഭരണം നഷ്ടമാകുമെന്നുമുള്ള ഭയവും മുന്നണി മാറ്റത്തിന് ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണമായും ഇതിൽ പറയുന്നു. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിൽ ഒരു ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ലെന്നും അങ്ങനെ ഒരു വെള്ളം ആരെങ്കിലും അടുപ്പിൽ വച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിവെച്ചോളൂ എന്നുമാണ് ജോസ് കെ മാണി മറുപടി പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് LDFിന്റെ അവിഭാജ്യ ഘടകമാണെന്നും UDF തങ്ങൾ വിട്ടതായിരുന്നില്ല, തങ്ങളെ പുറത്താക്കിയതായിരുന്നു എന്നും ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. കേരള കോൺഗ്രസ് എം LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അതിന് വിപരീതമായി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെള്ളം വാങ്ങിവച്ചേക്കുമെന്നും മാണി വ്യക്തമാക്കുമ്പോൾ ഇത്തരം വാർത്തകൾ UDFിനെ സഹായിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നും ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടാനായാൽ മാത്രമേ മധ്യ കേരളത്തിലെങ്കിലും ഇടതുമുന്നണി പ്രതിരോധത്തിലാകുമെന്ന കണക്കുകൂട്ടലാണ് UDF ഉള്ളത്. ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ മത മേലാധ്യക്ഷന്മാരുടെ കൂടെ ഇടപെടലിൽ നീക്കം നടക്കുന്നു എന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ജോസ് കെ മാണി ഇതെല്ലാം നിഷേധിച്ചതോടെ കാര്യങ്ങൾ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ.